നല്ലൊരു അറബിക് ഫിഷ് ബിരിയാണീൻ്റെ റെസിപ്പി ഒന്ന് കണ്ടാലോ? നോമ്പൊക്കെയല്ലേ വരുന്നത്. നോമ്പിന് എന്തെങ്കിലും വെറൈറ്റി തപ്പുന്നുണ്ടെങ്കിൽ ഇതൊന്ന് കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കിയോ കേട്ടോ. അപ്പോൾ മീൻ ഏതായാലും കുഴപ്പമില്ല. ഞാനിവിടെ സൂദാണ് എടുത്തത്. അപ്പോൾ സൂദ ശരിക്കും മസാല തേച്ചിട്ടുണ്ട്. മസാല തേക്കാനായിട്ട് അറബിക് മസാലപ്പൊടി തന്നെയാണ് എടുത്തത്. അത് കാശ്മീരി മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾ, വിനിഗർ. പിന്നെ ഇത്രയും കുഴച്ചിട്ടാണ് അതൊന്ന് പൊരിച്ചെടുക്കുന്നത്. കുറച്ച് ഓയിലിൽ തന്നെ പൊരിച്ചെടുക്കണേ. വെളിച്ചെണ്ണ ഇതിലേക്ക് വേണ്ട കേട്ടോ, ഓയിൽ മതി. അപ്പോൾ ഇതൊരുപാട് മുരിക്കുന്ന രീതിയിൽ പൊരിച്ചെടുക്കാതെ ഒരു പകുതി കുക്കാവുന്ന രീതിക്ക് വേണം അതൊന്ന് പൊരിച്ചെടുക്കാനായിട്ട്. പിന്നെ അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്തോളൂ, കാരണം ഈ ഒരു ഓയിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കുന്നത്. 1 കിലോ ബിരിയാണീൻ്റെ അളവിലാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഉള്ളി എടുത്തത് 4 എണ്ണം എടുത്തിട്ടുണ്ട്. അതരിഞ്ഞത് നമുക്ക് ഈ ഒരു ഓയിലിൽ ചേർത്തിട്ടാണ് വഴറ്റിയെടുക്കുന്നത്. കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ഇതേപോലെ കട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി. പേസ്റ്റാക്കി ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് തക്കാളിയാണ്. 2 വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്തിട്ട് ശരിക്കും ഒന്ന് വഴറ്റി കൊടുക്കാം. മീൻ പൊരിച്ച ഓയിലിൽ തന്നെ ആയിരിക്കണം കേട്ടോ ഉള്ളി വഴറ്റാനായിട്ട്, എന്നാലേ നല്ലൊരു ഫ്ലേവർ കിട്ടുള്ളൂ. ആവശ്യത്തിനനുസരിച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അറബിക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്, ഞാൻ ലിങ്ക് പിന്നെ ഇത് വെക്കാം കേട്ടോ. കാണാത്തവരുണ്ടൊക്കെ കണ്ടു നോക്കി വെക്കും. 2 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റും കൂടെ ചേർത്തെടുക്കാം. എന്നിട്ട് നല്ല രീതിക്കൊന്ന് വഴറ്റി കൊടുക്കാം. സാധാരണ അറബിക് ബിരിയാണി എന്ന് പറയുമ്പോൾ അവർ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ആ ഒരു വെള്ളത്തിലാണ് വേവിച്ചെടുക്കുക. പക്ഷെ നമുക്കങ്ങനെ ചെയ്യേണ്ട. നമ്മുടെ നാട്ടിലത്തെ ആ ഒരു രീതിക്ക് തന്നെ ഊറ്റിയിട്ട് ചെയ്യാം. അതാണല്ലോ എപ്പോഴും ടേസ്റ്റ് ഉണ്ടാകുക. എനിക്ക് ഏറ്റവും ഇഷ്ടം അതാണ്, ഊറ്റിയിട്ട് ദം ചെയ്യുന്നതിനോടാണ് ഏറ്റവും ഇഷ്ടം. ഇനി നമുക്കിതിലോട്ടേക്ക് തൈര് ചേർത്തെടുക്കാം. ഒരു 4 ടേബിൾ സ്പൂണോളം അങ്ങനെ ചേർത്തെടുത്തോളൂ. നിങ്ങളുടെ പുളിക്ക് അനുസരിച്ചിട്ട് അങ്ങനെ ഇട്ടെടുത്താൽ മതിയേ. അധികം പുളിയൊന്നും ഇല്ലാത്ത തൈരാണ്, അതുകൊണ്ടാണ് അത്ര എടുത്തത്. 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ. കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ നമുക്കിത് ദം ചെയ്യുമ്പോൾ അടിയിൽ പിടിക്കാതെ കിട്ടുള്ളൂ, അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതിൻ്റെ മുകളിൽ മീൻ നിരത്തി വെച്ചിട്ടുണ്ട്. ആ പ്ലേറ്റിലുള്ള കുറച്ച് ഓയിലും കൂടെ അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ കൈ വെച്ചിട്ടൊന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. അതൊരിക്കലും കയ്യിൽ വെച്ചിട്ട് മിക്സ് ആക്കല്ലേ, മീൻ പൊടിഞ്ഞു പോകും. അതിനുശേഷം മല്ലിയില ഇട്ട് കൊടുക്കാം. ഫുഡ് കളർ കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്, വേണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഒഴിവാക്കിക്കോളൂ. അരി വേവിക്കാനായിട്ട് വെള്ളം അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലോണം വെള്ളം എടുത്തിട്ട് വെക്കുക. എന്നിട്ട് അതിലേക്ക് ഉപ്പ്, സ്പൈസസ്, നാരങ്ങ അതെല്ലാം കൂടെ ഇട്ടിട്ട് നല്ല പോലെ തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെക്കണം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് അരി ശരിക്കും കഴുകി വൃത്തിയാക്കി എടുക്കാം കേട്ടോ. ബസ്മതി റൈസാണ് എടുത്തത്. ഡബിൾ XLൻ്റെ അരിയാണ് കേട്ടോ എടുത്തത്. ജീരശാലൻ്റെ അരി വേണമെങ്കിൽ അതെടുത്തോളൂ. ജീരശാലൻ്റെ അരിയാണ് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ അറബിക് ബിരിയാണി അല്ലേ നമ്മൾ പ്ലാൻ ആക്കണം, അപ്പം ബസ്മതി റൈസ് തന്നെ ധാരാളമാണ്. അപ്പോഴതൊന്ന് വെന്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒന്ന് ഊറ്റിയിടാം. ഊറ്റുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോ, കുറച്ച് വെള്ളത്തോട് കൂട്ടിയിട്ടാണ് ഞാനിങ്ങനെ ഊറ്റുന്നത്. കുറച്ചുകൂടെ ഒരു വെള്ളമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്കിത് അടി പിടിക്കില്ല. കാരണം ഇതൊരു 1.5 മണിക്കൂറോളം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഞാൻ ശരിക്കും ഇത് ദം ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോഴേ ആ ഒരു ഫ്ലേവറൊക്കെ നമുക്ക് ശരിക്കും ഇറങ്ങി കിട്ടുള്ളൂ. അപ്പോൾ ഓരോ ലെയർ ചോറിട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അറബിക് ബിരിയാണി മസാലപ്പൊടിയും അതേപോലെ നെയ്യും ഒക്കെ അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമുക്കൊരു 1.5 മണിക്കൂർ ലോ ഫ്ലെയിമിലിട്ടിട്ട് ദം ചെയ്തെടുത്താണ്. അപ്പോൾ അത് മറന്നു പോരുത്. 1.5 മണിക്കൂർ എന്തായാലും നിർബന്ധമാണ്. എന്നാൽ ആ ഒരു കറക്റ്റായിട്ടുള്ളൊരു ഫ്ലേവറും വേവും ഒക്കെ നമുക്ക് കിട്ടുള്ളൂ. ഇതിൻ്റെ രുചി പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ, അത്ര രുചിയാണ്. കാരണം ഇതിൻ്റെ മെയിനായിട്ട് പറയുന്നത് നമ്മുടെ അറബിക് മസാലേൻ്റെ ആ ഒരു ഫ്ലേവർ തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ആ ഒരു പൊടി ഉണ്ടാക്കിയിട്ട് വേണം ഈ ഒരു ബിരിയാണി തയ്യാറാക്കാനായിട്ട്. നല്ല മണിമണിയായിട്ടുള്ള ചോറും ടേസ്റ്റ് എന്ന് പറയുന്നത് മാഷാ അല്ലാ. എന്തായാലും ട്രൈ ചെയ്യുക, അഭിപ്രായം അറിയിക്കുക. ഇനി നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ, അസ്സലാമു അലൈക്കും.